Hi friends, welcome back to Health and Glow. Health and Glow ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബേക്കിംഗ് സോഡയെ കുറിച്ചാണ്. ബേക്കിംഗ് സോഡേൻ്റെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൻഡ് യൂസസ് നമ്മൾ പറയാറുണ്ട്. അപ്പം ബേക്കിംഗ് സോഡയെ കൊണ്ട് നമുക്ക് പ്രധാനമായി കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ വീട്ടിലും അടുക്കളയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ബേക്കിംഗ് സോഡ. നമ്മൾ സോഡ വെള്ളം കലക്കാനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് നുറുങ്ങ് കാര്യങ്ങളുണ്ട്. തടി കുറയാൻ വരെ നമുക്ക് ഈ ബേക്കിംഗ് സോഡേനെ കൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇച്ചിങ്, ഇറിറ്റേഷൻ, സ്കിൻ ഇൻഫെക്ഷൻ ഇതിന് പറ്റിയൊരു റെമഡിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിനു മുൻപ് നമ്മൾ ബേക്കിംഗ് സോഡേനെ കൊണ്ട് കുളിക്കാമെന്നുള്ള വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ബേക്കിംഗ് സോഡേൻ്റെ വൈഡ് വെറൈറ്റി ഓഫ് യൂസസ് ഉണ്ട്. പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ് ഭയങ്കര ശരീര ദുർഗന്ധം. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്പേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലാണുള്ളത്. ഓരോരുത്തരുടെ വിയർപ്പിനും വ്യത്യസ്തമായ സ്മെല്ലുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചില ആൾക്കാരുടെ വിയർപ്പിന് ഭയങ്കര ദുർഗന്ധമാണെന്ന് പറയാറുണ്ട്. ടെൻഷൻ കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക്, സ്മോക്കിംഗ്, ഡ്രഗ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ എല്ലാവരുടെയും വിയർപ്പിൽ അവരുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന കണ്ടൻറ്റ് എന്താണോ അതിൻ്റെ ബാക്കിയാണല്ലോ വിയർപ്പിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിലും ആ സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ദുർഗന്ധമുള്ള ആളുകൾക്കും ഈ ബേക്കിംഗ് സോഡയിലുള്ള കുളി ശീലമാക്കാവുന്നതാണ്. നല്ല ഒരു റെമഡിയാണ് ഈ ഒരു കുളി. അതുകൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാം. പലപ്പോഴും നമ്മൾ സ്മെല്ല് ചെയ്യുന്ന ഷൂസാണ് യൂസ് ചെയ്യുക. ഈ ഒരു എക്സിക്യൂട്ടീവ് വർക്ക്സ് അല്ലെങ്കിൽ ലൈക്ക് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ലേഡീസിനും ജെൻസിനും ഷൂസ് ഒരു മസ്റ്റായിട്ടുള്ള സംഭവമാണ്. ഷൂ ഇടുമ്പോഴത്തേക്കും കാലിറുകുന്നു, പൊട്ടുന്നു, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മടമ്പ് പൊട്ടുക, കാല് റെഡ് കളറാവുക, അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് ബേക്കിംഗ് സോഡേൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മുടെ കാലിലൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് തടവി കൊടുക്കാം. ഇനി പറഞ്ഞു വരുന്നത് ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഷൂസിൻ്റെ സ്മെല്ല് മാറ്റാൻ വരെ നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ ഷൂസിൽ ബേക്കിംഗ് സോഡ ഒന്ന് വിതറുക, അതിനുശേഷം ഒന്ന് ബ്രഷ് ചെയ്യുക, എന്നിട്ട് ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് പെട്ടെന്ന് മാറുന്നതായിരിക്കും, ബാഡ് സ്മെല്ല്. ഇത് കൂടാതെ നമ്മൾ ഈ വേർപ്പിൻ്റെ ഭാഗമാണ് നമ്മളിടുന്ന ഡ്രസ്സുകൾ അല്ലേ, നമ്മൾ കംഫർട്ട്, അതുപോലെ സ്റ്റിഫ് ആൻഡ് ഷൈൻ തുടങ്ങിയിട്ടുള്ള കുറേ കമ്പനീസ് പെട്ടെന്ന് വളർന്നു വരാനുള്ള കാരണം തന്നെ ഈ പറഞ്ഞ ഈ ഡ്രസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആണല്ലോ ഈ സ്മെല്ലും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. ഇപ്പോൾ ഡ്രസ്സിലെ ഈ സ്മെല്ലുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ അലമാരയിൽ കുറച്ച് ബേക്കിംഗ് സോഡയും ഒപ്പം 2-3 കറുവപ്പട്ടയോ അല്ലെങ്കിൽ പൂവോ എന്തെങ്കിലും ഇട്ടിട്ട് കിഴി കെട്ടിയതിന് ശേഷം അലമാരയിൽ തുണിയുടെ കൂടെ വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും മാറും. തീപ്പൊള്ളലേൽക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പാടുകൾ മാറാനും നമുക്ക് ബേക്കിംഗ് സോഡയുടെ വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും യൂസസ് ആണ് മെയിനായിട്ട് ബേക്കിംഗ് സോഡയ്ക്കുള്ളത്. തടി കുറയ്ക്കാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ബേക്കിംഗ് സോഡ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.